ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റോച്ചെസ്റ്റർ കാത്തീഡ്രൽ കാണാനാണ് പോകുന്നത്. കുറച്ച് നാളായിട്ട് ഞങ്ങളുടെ വിവരങ്ങളൊന്നും ഇല്ലാണ്ടായപ്പോൾ എല്ലാവരും ചോദിക്കേണ്ടിയിരുന്ന എന്താ വീഡിയോസ് ഒന്നും ഇടാത്തതെന്ന്. സത്യം പറയുകയാണെങ്കിൽ ജോലിയുടെ കാര്യങ്ങളും മറ്റ് കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ഞങ്ങൾ കുറച്ച് ബിസി ആയിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെ ഞങ്ങളൊരു ഈവനിങ് ആയപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ താഴത്തെത്തി. പക്ഷേ പോകുന്നതിന് മുന്നായിട്ട് ഇവൾക്ക് കുറച്ച് ഫോട്ടോ എടുക്കണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ കാരണം കാണിച്ചു തരാം. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഓട്ടം സീസൺ ആയതുകൊണ്ട് എല്ലാ ചെടികളും മഞ്ഞ ഇലകൾ പൊഴിച്ച് നിൽക്കുന്ന ഒരു ടൈമാണ്. ഞങ്ങളുടെ ഫ്ലാറ്റിൻ്റെ പിറകിലുള്ള ഈ ഭാഗത്തേക്ക് പോയിട്ട് ഞങ്ങൾ വീഡിയോയും ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസും വീഡിയോസും എല്ലാം ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടുത്തെ ഏറ്റവും ഭംഗിയുള്ളൊരു സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിൻ്റർ അല്ല, ഈ ഓട്ടം സീസണാണ്. എല്ലാ മഞ്ഞലകളും മഞ്ഞപ്പൂക്കളൊക്കെ ഇവിടെ കുറേ കാണാൻ പറ്റുന്ന ഒരു ടൈമാണിത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ചെറിയ ഓട്ടം ആയിട്ട് മഞ്ഞപ്പൂക്കളും മഞ്ഞ ഇലകളൊക്കെ നിറഞ്ഞിരിക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ ഞങ്ങളിവിടേക്ക് വന്നത് ചെറിയൊരു വ്ളോഗ് എടുക്കാനാണ്. അപ്പോൾ ഇവിടെ നമ്മൾ പതുക്കെ യാത്ര തുടങ്ങാം. ഇവളുടെ കുറച്ച് ഫോട്ടോകളൊക്കെ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഫോട്ടോസൊക്കെ കാണാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഞാനിതിൻ്റെ താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ അക്കൗണ്ടിൽ ഇത് കയറുക. ഞങ്ങളുടെ അക്കൗണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, അക്കൗണ്ടിലുള്ള മറ്റ് ഫോട്ടോസും വീഡിയോസും ഇഷ്ടമാണെങ്കിൽ നമ്മുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാനായിട്ട് ആ ഇൻസ്റ്റാഗ്രാമിൻ്റെ അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യാം. മുടക്കുള്ള ദിവസം ഈവനിങ് നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഫാമിലിയായിട്ട് വരാനും ഗ്യാദർ ചെയ്യാനൊക്കെ പറ്റുന്നൊരു സ്ഥലം ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുണ്ട്. ഈ സ്ഥലത്തിൻ്റെ പേര് ഡോക്ക് സൈഡ് എന്നാണ്. അപ്പോൾ ഞങ്ങളിവിടേക്ക് ഇന്ന് ഈവനിങ് ചുമ്മാ ഒന്ന് വന്നതാണ്. അന്ന് ആ ബെഞ്ചിൽ കുറച്ച് നേരം ഇരുന്ന് ഞങ്ങൾ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മെയിൻ ലൊക്കേഷനിലേക്ക് പോയി. അതിനായിട്ട് ഞാനൊരു ഊബർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇവിടെ നിന്നും ഇവളുടെ കുറച്ച് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ഊബർ വന്നു. പുള്ളിക്കാരൻ നമ്മളെ പിക്ക് ചെയ്തപ്പോഴാണ് അറിഞ്ഞത് നമ്മൾ കൊടുത്ത ലൊക്കേഷൻ തെറ്റാണെന്ന്. അങ്ങനെ ലൊക്കേഷൻ ചേഞ്ച് ചെയ്തപ്പോൾ എക്സ്ട്രാ ചാർജും അവർ ഈടാക്കി. അയാൾ നമ്മളെ ഡ്രോപ്പ് ചെയ്തത് ഇവിടെയാണ്. ഇതാണ് റോച്ചെസ്റ്റർ പാലം. ഫേമസ് ആയിട്ടുള്ളൊരു പാലമാണ്. 3 സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു സ്ഥലമാണത്. പൗരാണികപരമായിട്ട് UK ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സ്ഥലമാണ് റോച്ചെസ്റ്റർ. പ്രത്യേകിച്ചും കെൻറ്റിൻ്റെ തന്നെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യുന്നൊരു സ്ഥലമാണ് റോച്ചെസ്റ്റർ. അതിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള പാലത്തിൻ്റെ ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. നമ്മൾ പതുക്കെ അവിടുത്തെ ഹൈ സ്ട്രീറ്റിലേക്ക് കടന്നു. ഇവിടെ ഈ ഒരു മ്യൂസിയത്തിൻ്റെ ചെറിയ ഒരു രൂപകൽപ്പന നിങ്ങൾക്ക് കാണാം. അതിൻ്റെ സൈഡിലായിട്ട് ലണ്ടനിലൊക്കെ കാണുന്ന ആ ഒരു ചുവന്ന ടെലിഫോൺ ബൂത്തും കാണാം. അതിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ടും കുറച്ച് ഫോട്ടോസ് എടുത്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെടുത്ത ഫോട്ടോസും വീഡിയോസും റീൽസ് എല്ലാം കാണണമെങ്കിൽ നിങ്ങൾ നമ്മുടെ പേജ് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് ഫോളോ ചെയ്യണം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ഉണ്ടെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ടെലിഫോൺ ബൂത്തിൻ്റെ ഫ്രണ്ടിൽ നിന്നും ഞങ്ങൾ കുറച്ച് ഫോട്ടോകളൊക്കെ എടുത്തു. അതിനുശേഷം ഞങ്ങൾ പതുക്കെ നടപ്പ് തുടർന്നു. ഇപ്പം ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് റോച്ചെസ്റ്ററിൻ്റെ തന്നെ ഹൈ സ്ട്രീറ്റിലേക്കൂടെയാണ്. അപ്പോൾ ഈ ഹൈ സ്ട്രീറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കെൻറ്റിലെ പൗരാണികപരമായിട്ടുള്ള യൂറോപ്യൻ സ്റ്റൈലിൽ മെയിൻറ്റെയിൻ ചെയ്തു പോരുന്ന ഒരു ഹൈ സ്ട്രീറ്റാണിത്. അപ്പോൾ ഇവിടെ നമുക്ക് അധികവും കാണാൻ സാധിക്കുന്നത് യൂറോപ്യൻ ഫുഡ്സ് കിട്ടുന്ന കടകളായിരിക്കും. എല്ലാ കടകളും അത്യാവശ്യത്തിലധികം നല്ല എക്സ്പെൻസീവ് ആയിരുന്നു. ഞങ്ങൾ എല്ലാ കടകളിലും കയറി നോക്കിയായിരുന്നു. അപ്പോൾ ഒട്ടുമിക്ക കടകളിലും ഇവിടുത്തെ ഫുഡുകൾ മാത്രമേ സെർവ് ചെയ്യുന്നുള്ളൂ. എല്ലാം നല്ല എക്സ്പെൻസീവ് ആണ്. പക്ഷേ ഞങ്ങൾ ഇവിടെ നടന്നപ്പോൾ ഞങ്ങൾക്ക് മറ്റൊരു കാര്യം മനസ്സിലായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇന്ത്യക്കാരടങ്ങുന്ന ഏഷ്യൻ വർഗം അല്ലെങ്കിൽ ബ്ലാക്ക്സ് മറ്റ് സമുദായങ്ങൾ എല്ലാം കുറവാണ്. ഇവിടെ ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഇംഗ്ലീഷുകാരെ തന്നെയാണ്. അവരുടേതായിട്ടുള്ള വളരെ ക്വയറ്റായിട്ട് പീസ്ഫുള്ളായിട്ട് ഹോളിഡേ ആഘോഷിക്കാൻ വേണ്ടി കൊണ്ടു നടക്കുന്ന ഒരു ഡെസ്റ്റിനേഷൻ പോലെയാണ് ആ ഹൈ സ്ട്രീറ്റിനെ എനിക്ക് തോന്നിയത്. കൂടുതലും പാർട്ടീസൊക്കെ അവരുടേത് അവിടെ അരങ്ങേറുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഹൈ സ്ട്രീറ്റ് മൊത്തം കംപ്ലീറ്റ് ആക്കാണ്ട് നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെയുള്ള ഒരു വഴിയിലൂടെ നമ്മൾ പയ്യെ നമ്മുടെ നടപ്പ് തുടർന്നു. നടന്ന് ഞങ്ങൾ കയറുന്നത് ആ നേരെ കാണുന്നത് കാസിലേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങനെ കാണുമെങ്കിലും ഇന്ന് കാസിൽ ഓപ്പൺ അല്ല. ഞങ്ങൾ ഈ വരുന്ന സമയത്ത് അതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. പക്ഷേ അതിൻ്റെ പുറമേയുള്ള കാഴ്ചകൾ അതിമനോഹരമായിരുന്നു. ഒരു ഒഴിവു ദിവസം ആയതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർ മൊത്തം പബ്ബിലുണ്ട്. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സംസ്കാരം തന്നെ ഈ പബ്ബിൽ വന്നിരുന്നിട്ട് ഒരു മുടക്കൂസം കിട്ടിക്കഴിഞ്ഞാൽ അത് ആസ്വദിക്കുക എന്നുള്ളതാണ്. വെള്ളമടിച്ചും കൂട്ടുകാരുമായിട്ട് പൂള് കളിച്ചും അതേപോലെ തന്നെ പബ് ഗെയിംസ് കളിച്ചും ഫാമിലിയുമായിട്ട് തമാശകൾ പറഞ്ഞും അവർക്ക് വേണ്ടി ചിലവഴിക്കുന്ന അല്ലെങ്കിൽ അവർ സമ്പാദിക്കുന്ന കാശ് അവർക്ക് വേണ്ടി തന്നെ ചിലവാക്കുന്ന ഏറ്റവും നല്ല സംസ്കാരം അവരുടേത് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ഈ ഒരു പറഞ്ഞ അവരുടെ വീക്കെൻഡ് മീറ്റപ്പ്. ഫാമിലിയായിട്ട് എല്ലാവരുമായിട്ട് ഒരു കൂടുന്ന ടൈമാണത്.
ഞങ്ങൾ കുറച്ച് കയറ്റമൊക്കെ കയറാനുണ്ട്. അങ്ങനെ കയറ്റം കയറി നമ്മൾ നേരെ ചെല്ലുന്നതാണ് കാസിൽ. കാസിലിൻ്റെ മറ്റൊരു സൈഡിലായിട്ടാണ് കത്തീഡ്രൽ അഥവാ പള്ളി. നമ്മൾ ഈ കയറി ചെല്ലുമ്പോൾ നേരെ കാണുന്ന സൂര്യവെളിച്ചം കണ്ടില്ലേ, അതിൻ്റെ ഇടത് വശത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ഞങ്ങൾ പതുക്കെ ഇടത് വശത്തേക്ക് തിരിഞ്ഞു. ഇതാ കാണുന്നതാണ് കാസിൽ. അതിൻ്റെ ചുറ്റുമുള്ള കോട്ടമതിലാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാസിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ റോച്ചസ്റ്ററിൻ്റെ ഹിസ്റ്ററിയിൽ തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാസിലാണ് ഇത്. ഇതിൻ്റെ ആ ഒരു ഗോപുര കവാടത്തിലൂടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറമേയുള്ള ആ കത്തീഡ്രൽ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണെന്നറിയോ. ആ കാഴ്ച ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഗോപുരവാതിലിൻ്റെ അവിടേക്ക് പയ്യെ നടന്നു. അതിനുള്ളിൽ നിന്നും ഞങ്ങൾ കുറച്ച് വീഡിയോയും ഫോട്ടോയും ഒക്കെ എടുത്തിട്ടുണ്ട്. അത് ഞങ്ങളെന്നല്ല, ആരായാലും എടുത്തു പോവും. അത്രയ്ക്ക് മനോഹരമായിരുന്നു അവിടെ. കാസിലിനെ പറ്റി പറയുമ്പോൾ 113 മീറ്ററാണ് ഈ കാസിലിൻ്റെ ഉയരം. 3 നിലകളിലായിട്ട് 3 ഫ്ലോറുകളാണെങ്കിൽ 113 അടി. എങ്ങനെ ഈ കാസിൽ അത്രത്തോളം ഇതിൽ 3 നിലകളിൽ മാത്രമായിട്ട് പണി കഴിപ്പിച്ചു എന്നുള്ളത് എന്നെ വളരെയധികം അത്ഭുതപ്പെടുത്തിയൊരു കാര്യമായിരുന്നു. പറഞ്ഞില്ലേ, ആ ഗോപുരവാതിലിൽ കൂടെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്ന കാസിലിൻ്റെ കാഴ്ച ഏറെക്കുറെ നമുക്ക് ഫ്രാൻസിലെ ഡിസ്നിലാൻഡ് പോലെ തോന്നിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു ബാക്കിൽ കാണാൻ പറ്റുന്നത് ആ കത്തീഡ്രലിൻ്റെ. ഞാൻ പറഞ്ഞു എൻ്റെ കോൺവൊക്കേഷൻ സെറമണി നടന്നത് ആ കത്തീഡ്രലിലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ മാസ്റ്റേഴ്സ് എടുത്തതിന് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി തരുന്ന ഒരു ആദരമാണ് എൻ്റെ കോൺവൊക്കേഷൻ സെറമണി. യൂണിവേഴ്സിറ്റി ഓഫ് ഗ്രീനിച്ചിൻ്റെ എല്ലാ വർഷത്തെ കോൺവൊക്കേഷൻ സെറമണിയും ഇവിടെയാണ് നടക്കുന്നത്. ഗ്രീനിച്ച് യൂണിവേഴ്സിറ്റി ഇതിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിൽ പരം നല്ലൊരു ലൊക്കേഷൻ അവർക്ക് കിട്ടാനും ഇല്ല. ഈ ഒരു ഗ്യാപ്പിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പുറമേ ഉള്ള കാഴ്ചകൾ വളരെ മനോഹരമായിട്ട് കാണാൻ പറ്റും. ഞാനത് ഫോണിലെടുക്കുമ്പോഴോ നിങ്ങൾക്കത് പറഞ്ഞു തരുമ്പോഴോ ഞാൻ കണ്ട കാഴ്ചയുടെ ആ ഒരു മനോഹാരിത പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിവേ, ഞങ്ങൾ കാസിലിൻ്റെ താഴെ എത്തി. ഇവിടെയും ഒരുപാട് കാഴ്ചകളുണ്ട്. മുകളിലേക്ക് കയറാനായിട്ട് അവിടെ പടികളൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇന്ന് അതിൻ്റെ മുകളിലേക്ക് കയറാനുള്ള പെർമിഷൻ ഇല്ല, ബിക്കോസ് അത് അടച്ചിരിക്കുകയാണ്. അതുമാത്രമല്ല ഇന്ന് വീക്കെൻഡുമാണ്. അതുകൊണ്ട് നമ്മൾ വന്ന ടൈം ഇത്തിരി നേരത്തെ വന്നാലും അത് തുറക്കുന്നില്ല. അപ്പോൾ ഇവിടെ അതിൻ്റെ ഓപ്പണിംഗ് അവേഴ്സും മറ്റു കാര്യങ്ങളും എല്ലാം എഴുതി വെച്ചിട്ടുള്ളൊരു ബോർഡുണ്ട്. ഇതാണ് റോച്ചസ്റ്റർ കാസിൽ. സോ അതിൻ്റെ താഴെ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഈ 113 അടി ഉയരമുള്ള കെട്ടിടത്തിൻ്റെ ചെറിയ ഒരു വീഡിയോ ഷോട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനതിൻ്റെ താഴെ എത്തിയപ്പോൾ അതിൻ്റെ എൻട്രൻസിൻ്റെ താഴെ തന്നെയായിട്ട് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത് എഴുതി വെച്ചിട്ടുള്ളത് ഒരു ഭാഷ ഇംഗ്ലീഷിലാണ്, മറ്റൊരു ഭാഷ ഏതാണെന്ന് എനിക്കറിയില്ല. സോറി, ഞാനതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തില്ല. ഞാൻ അതിൻ്റെ സൈഡിൽ ഒരുപാട് കാഴ്ചകൾ വേറെയും കണ്ടു. പട്ടിയുമായിട്ട് ഇറങ്ങുന്ന മനുഷ്യർ, അതിൻ്റെ കൂടെ തന്നെ കുട്ടികളുമായിട്ട് സമയം ചിലവഴിക്കുന്ന മാതാപിതാക്കളെയും കണ്ടു. ഞങ്ങളവിടെ കുറച്ചധികം നേരം നിന്ന് വീഡിയോ എടുത്തു. ഈ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് നോക്കിയപ്പോൾ ഇതാ ഒരെണ്ണാർക്കണ്ണൻ. അവിടെ നിന്ന് ഞങ്ങൾ പതുക്കെ നടപ്പ് തുടർന്നു. നോക്കിയപ്പോൾ എണ്ണാർക്കണ്ണനെ ഓടിക്കുന്ന ഒരു നായക്കുട്ടി എന്ന് അറിയാൻ പറ്റില്ല, ഒരു ജർമ്മൻ ഷെപ്പേർഡ്. അതിൻ്റെ കുറെ കേട്ടപ്പോൾ ഇവള് പേടിച്ചു. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം ആ കാഴ്ചകളൊക്കെ കണ്ട് അതിന് ചുറ്റും നടന്നു. ഞങ്ങളിപ്പോൾ കാസിലിൻ്റെ അങ്ങേയറ്റത്തേക്കാണ് പോകുന്നത്. പോകണമെങ്കിൽ നമുക്കൊന്ന് റൗണ്ട് അടിച്ച് പോകണം. നടുക്ക് കൂടെ നടക്കുന്നതിലൊരു ത്രില്ലില്ല. അപ്പം നമ്മൾ ഈ റൗണ്ട് അടിച്ച് ഈ മതിലിന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ കണ്ടുപോയി. ഇവള് ഇതിൽ വീഡിയോ ഒക്കെ പകർത്തുന്നുണ്ട്. ഇതിൻ്റെ ആ പകർത്തിയ വീഡിയോസ് എല്ലാം നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ചെറിയ ചെറിയ ജനാലകൾ കണ്ടില്ലേ, നമ്മുടെ നാട്ടിലും ബ്രിട്ടീഷുകാർ വന്നിട്ട് ഇതുപോലുള്ള ഒരുപാട് കോട്ടകൾ പണിതിട്ടുണ്ട്. ചേറ്റുവേൽ എൻ്റെ അച്ഛൻ്റെ അമ്മയുടെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ടാണ് അവിടുത്തെ ടിപ്പു സുൽത്താൻ കോട്ട. പ്രോപ്പറായിട്ടുള്ള മെയിൻ്റെനൻസും ഹിസ്റ്റോറിക്കൽ മൊന്യൂമെൻസിനെ കൂടുതലായിട്ട് സംരക്ഷണമൊന്നും ഇല്ലാത്തതുകൊണ്ട് അതൊക്കെ തകർന്ന് തരിപ്പണായി. പക്ഷേ ബ്രിട്ടീഷുകാർ ഓരോ പ്രോപ്പർട്ടിയും പ്രത്യേകിച്ചും ഹിസ്റ്റോറിക്കലായിട്ടുള്ളത്, ബ്രിട്ടീഷുകാരെന്ന് മാത്രമല്ല എല്ലാ യൂറോപ്യൻസും അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത് വളരെ ആകർഷണീയമായിട്ടുള്ള രീതിയിലാണ്. ഞങ്ങളിവിടെ നിന്ന് കുറച്ചധികം ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ഇവിടെ കുട്ടികളുടെ ഫോട്ടോയും വീഡിയോ ഒക്കെ നമ്മൾ പകർത്തി കഴിഞ്ഞാൽ അത് വലിയ ഒഫൻസാണ്. അതൊരു ഒഫൻസായിട്ട് അല്ലെങ്കിൽ ക്രിമിനൽ ഒഫൻസായിട്ട് മാറുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് മുമ്പ് ഒരു പണി കിട്ടിയിട്ടുള്ളതാണ്. ഇങ്ങനെ ഞാനത് പകർത്തിയപ്പോൾ ഒരു കുട്ടിയുടെ അമ്മ വന്ന് എൻ്റെ അടുത്ത് ചൂടായി. അന്ന് എനിക്ക് ഈ നിയമത്തിനെ കുറിച്ച് ഞാൻ അവെയർ അല്ലായിരുന്നു. പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. അങ്ങനെ ഞാൻ ഈ ഒരു സ്റ്റേജ് പോലുള്ള ഒരു സെറ്റപ്പിൻ്റെ മേളിൽ കയറുന്നിട്ട് ആ കാസിലിൻ്റെയും അതിൻ്റെ പിറകിലുള്ള ആ കത്തീഡ്രലിൻ്റെയും കാഴ്ചകൾ ൾക്ക് തണുത്ത് തുടങ്ങി. അപ്പോൾ ഇവിടുത്തെ ഈ മനോഹരമായിട്ടുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് പതുക്കെ ഹൈ സ്ട്രീറ്റിലേക്ക് പോകാം. വെളിച്ചം പോകുന്നതിന് മുന്നേ ഹൈ സ്ട്രീറ്റിൽ പോയി കഴിഞ്ഞാലാണ് ഹൈ സ്ട്രീറ്റിലെ കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മളിവിടുന്ന് പതുക്കെ ഹൈ സ്ട്രീറ്റിലേക്ക് നീങ്ങാൻ തീരുമാനിച്ചു. ഞങ്ങൾ നമ്മുടെ ബ്രിട്ടീഷുകാരുടെ രൂപകൽപ്പന എത്രത്തോളം മനോഹരമാണെന്നുള്ളത് എൻ്റെ വീഡിയോയിൽ കാണാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. എന്നാൽ പോലും
ഈ ഒരു ഏരിയ അതിമനോഹരമായിരുന്നു. ഞാൻ ഇത്രയും കാലം ഇവിടെ നിന്നിട്ട് ഈ ഒരു പോർഷനിലേക്ക് ഞാൻ അധികം കാലം വന്നിട്ടില്ല, അധികം ടൈമിൽ വന്നിട്ടില്ല. ഞാൻ വന്നിരുന്നത് എൻ്റെ കോൺവൊക്കേഷൻ സെറമണി ഇവിടെ തന്നെയായിരുന്നു. ഇവിടെ കുറച്ച് കുരുത്തങ്കട്ട പെണ്ണുങ്ങൾ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗൈസ് ബാക്കിൽ. അപ്പോൾ അവരുടെ വീഡിയോയിൽ പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പതുക്കെ മൂവ് ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇവിടുന്ന് നമുക്ക് നേരെ ഹൈ സ്ട്രീറ്റിലേക്കാണ് ഇനി പോകാനുള്ളത്. അപ്പോൾ നിങ്ങൾ ആ പാലം കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ പാലം അടിപൊളിയാണ്. ഈ ഒരു പീരങ്കിയുടെ മാതൃക നിങ്ങൾക്ക് കാണിച്ചു തരാനാണ് അടുത്തായിട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളവിടെ ഒരു ചെറിയൊരു പീരങ്കി പോലത്തെ ഒരു സാധനം വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോവാം, അവിടെ നിന്ന് അത് കാണിച്ചു തരാം. കുറച്ചുകൂടി ബെറ്റർ ആയിട്ടുള്ള വ്യൂ ആയിരിക്കും അത്. ഓക്കെ, സൺസെറ്റാണ് ഗൈസ്, സൺസെറ്റ് മനോഹരമാണ് ഗൈസ്. ബാക്കിൽ നോക്ക്, അവിടെ ബോട്ടൊക്കെ വീണെടുക്കുന്നുണ്ട് പാർക്ക് ചെയ്തിട്ട്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ഇവിടെ നമുക്ക് ഒരു പീരങ്കിയുടെ ഒരു ചെറിയ രൂപകൽപ്പന കാണാൻ പറ്റുമെന്ന്. സോ ഇതാണത്. ദേ ഗൈസ്, നമ്മൾ പറഞ്ഞ പീരങ്കി. ഇപ്പോൾ ഇവിടെ നിന്നുള്ളൊരു സൺസെറ്റിൻ്റെ ചെറിയ കാഴ്ച ഞാൻ കാണിച്ചു തരാം. ഇച്ചുമോളെ സൺസെറ്റ് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടല്ലേ? നോക്ക്, അതിനുശേഷം ഞങ്ങൾ മുൻപോട്ടുള്ള നടപ്പ് തുടർന്നു. പക്ഷേ ഈ ഒരു സമയത്ത് ഞങ്ങളുടെ മുഖത്ത് പതിക്കുന്ന വെളിച്ചത്തിന് ഗോൾഡൻ കളറായിരുന്നു. പ്രത്യേകിച്ചും ഈ കാസിലും ഈ ഓപ്പൺ ഏരിയയും അവിടെ ക്ലിയർ ആയിട്ടുള്ള സ്കൈയും അതേപോലെ തന്നെ സൺസെറ്റും അതൊരു അടാറ് കോംബോ ആയിരുന്നു ഗൈസ്. ഇതിൻ്റെ ഈ സൈഡിലുള്ള ഈ ബിൽഡിങ്സും കാര്യങ്ങളും എല്ലാം നല്ല ഓറഞ്ച് തവിട്ട് നിറത്തിലാണ് എനിക്ക് കാണാൻ പറ്റുന്നത്. ചെടികളാണെങ്കിലും ഇലകളാണെങ്കിലും മരങ്ങളാണെങ്കിലും എല്ലാം ഓറഞ്ചിൽ കുളിച്ച് നിൽക്കുന്നൊരവസ്ഥ. ഞങ്ങളുടെ ഫേസൊക്കെ പലപ്പോഴും ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഒരു ഓറഞ്ച് ടാൻ സൺ നമ്മുടെ ഫേസിലടിച്ചിട്ട് നമ്മുടെ ഫേസൊക്കെ ബേൺ ചെയ്ത് പോകുന്ന ഒരു സിറ്റുവേഷൻ വരെ വീഡിയോയിൽ നമുക്ക് കാണാൻ സാധിച്ചു. ഇത് റോച്ചസ്റ്റർ കാസിലിനെ കുറിച്ചുള്ള ഒരു ചെറിയ ഡിസ്ക്രിപ്ഷനാണ്. ഇത് നിങ്ങൾക്ക് എത്രത്തോളം വിസിബിൾ ആവുമെന്ന് എനിക്കറിയില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാനത് സൂം ചെയ്ത് എടുത്തിട്ടുണ്ട്. എനിവേ നമ്മൾ ഈ കാസിലിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് മടങ്ങുന്നത് നമ്മൾ റോച്ചസ്റ്ററിൻ്റെ തന്നെ ഹൈ സ്ട്രീറ്റിലേക്കാണ്. ഈ ഇറക്കം നേരെ ഇറങ്ങിപ്പോകുന്നത് ഹൈ സ്ട്രീറ്റിലോട്ടാണ്. പക്ഷേ എന്തായാലും ഇന്നത്തെ വീഡിയോ ഞാൻ ഇതിൽ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു മറ്റ് സെക്കൻഡ് പാർട്ടായിട്ട് ഞാനിതിൻ്റെ ഹൈ സ്ട്രീറ്റിലെ കാഴ്ചകളെല്ലാം കാണിച്ചു തരാം നിങ്ങൾക്ക്. നമ്മുടെ വീഡിയോ കണ്ടതിനും കൂടെ നിന്നതിനും സപ്പോർട്ട് ചെയ്തതിനും ഒരുപാട് താങ്ക് യു. ബൈ.